الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒച്ചപ്പാടും ബഹളങ്ങളുമൊക്കെ താൽക്കാലികമായി ശമിച്ച ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് ആളുകളുടെ മാസങ്ങളുടെ അധ്വാനം ഇന്നലെ വോട്ടൊക്കെ രേഖപ്പെടുത്തിയതോടുകൂടി അവസാനിക്കുകയും എല്ലാവരും ഇനി പ്രതീക്ഷിക്കുന്നത് നല്ലൊരു റിസൾട്ടാണ്, വിജയമാണ്. മത്സരിച്ച എല്ലാവരും, മത്സരത്തിൻ്റെ ഭാഗമായ എല്ലാവരും കാത്തിരിക്കുന്നതൊക്കെ വലിയ വിജയമാണ്. പരാജയം ആരും ആഗ്രഹിക്കുന്നില്ല. പരാജയപ്പെടുക എന്ന് ഒരുതരം ഭയമാണ്, പേടിയാണ്. അതിനപ്പുറം ചിലയിടത്തൊക്കെ പരാജയം പലർക്കും അപമാനമാണ് എന്നതും നമുക്കറിയാം. ദുനിയാവിൽ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ അധ്വാനത്തിനും നമ്മൾ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാണ്. വിജയമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരാൾ കൃഷി ചെയ്യുന്നുവെങ്കിൽ ആ കൃഷി നല്ല വിളവെടുപ്പോടുകൂടി കൊയ്തെടുക്കണം, ലാഭകരമാകണം, നഷ്ടം കുറയണം എന്നതാണ് ഒരു കർഷകൻ ആഗ്രഹിക്കുക. ഒരു ബിസിനസ്സുകാരൻ കച്ചവടം ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെയും അയാൾ വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ലാഭമുണ്ടാകുന്ന കച്ചവടമായി മാറണം, നഷ്ടം സംഭവിക്കരുത്, കച്ചവടം പൊളിഞ്ഞു പോകരുത് എന്നതാണ് അയാളും ആഗ്രഹിക്കുക. നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പരീക്ഷ എഴുതുന്നു,
അപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണ്? വിജയിക്കണേ എന്ന വലിയ പ്രതീക്ഷയാണ്. വിജയിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഏതുതരം മത്സരങ്ങളാവട്ടെ, നമ്മളുടെ പ്രതീക്ഷ വിജയം തന്നെയാണ്. വിജയം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നൽകുന്നത്? ഒരാളുടെ കച്ചവടത്തിൽ വിജയിച്ചു, അല്ലെങ്കിൽ കൃഷിയിൽ വിജയിച്ചു, പരീക്ഷകളിൽ വിജയിക്കുന്നു, മത്സരത്തിൽ വിജയിക്കുന്നു. വിജയിക്കുമ്പോൾ നമുക്ക് അതൊരു സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാണ്, മനസ്സിനൊരു സ്വസ്ഥത പ്രദാനം ചെയ്യുന്നുണ്ട് എന്നതാണ്. പുതിയ പുരോഗതിയെക്കുറിച്ച്, വളർച്ചകളെക്കുറിച്ച് നമുക്കത് കൂടുതൽ പ്രതീക്ഷകളും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നു എന്നതാണ്. മുഅ്മിനുകൾ എന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ വിജയം എപ്പോഴും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടതുമുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞൊരു 3 മാസക്കാലമായുള്ള ഇതിൻ്റെ ഒരു പ്രഖ്യാപനം മുതൽ, ഉദ്യോഗസ്ഥർ മുതൽ, രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ, പാർട്ടി പ്രവർത്തകർ മുതൽ, പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർ മുതൽ, ഇനി അത് എണ്ണുന്നത് വരെയുള്ള ഈ ക്രമം, അതിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും, എത്രമാത്രം വലിയൊരു അധ്വാനമാണ് ഈ ഒരു ചെറിയ കാലയളവിലെ വിജയത്തിന് വേണ്ടി മനുഷ്യർ ചെയ്യുന്നത്. എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പോസ്റ്ററുകളും തോരണങ്ങളും ഫോൺ വിളികളും അതുപോലെ തന്നെ കായികപരമായ അധ്വാനവും ശാരീരിക അധ്വാനവുമൊക്കെ എത്രമാത്രം വലുതാണ്. എത്ര സൂക്ഷ്മമായാണ് നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്താനുള്ള ഓരോ വീടുകളും നമ്മൾ സന്ദർശിക്കുന്നു, ഓരോ ആളുകളെയും നമ്മൾ പഠിക്കുന്നു, അയാളുടെ ഒരു നിലപാടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു, കിട്ടാത്ത ആളുകളെ ഫോൺ ചെയ്ത് പറയുന്നു. അങ്ങനെ തലനാരിയെ കീറിയുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഒരു വിജയം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്. ആ അധ്വാനം നമുക്ക് വേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ബഹുമത സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ, ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാമൂഹ്യ രാഷ്ട്രീയ സേവന രംഗത്തുള്ള ഇടപെടൽ വളരെ പ്രധാനമാണ്. അപ്പോൾ എത്ര അധ്വാനം ഓരോ വോട്ടും നമ്മൾ പെട്ടിയിലാകാൻ അധ്വാനിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ ദുനിയാവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പരലോകം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ മുസ്ലിങ്ങളായി തെരഞ്ഞെടുത്തവരാണ് മഹാഭൂരിപക്ഷവും. ഇന്നല്ലാഹ അസ്തഫൈനാ മിൻ ഇബാദിനാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഭാഗമായ ആളുകളാണ്. അല്ലെങ്കിൽ പടച്ചോനെ മനസ്സിലാകാതെ, മനസ്സിലായാലും ചിലപ്പോ ദീനിന്റെ വഴിയറിയാതെ, ഈ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാതെ അങ്ങനെ പോയി പോകുന്ന ആളുകളാവുമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ വലിയൊരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നു. എന്തിനായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ദുനിയാവിൽ പരലോകത്തേക്ക് വേണ്ടിയുള്ള അതിസൂക്ഷ്മമായ ചിട്ടയൊത്ത ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് നമ്മളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് അല്ലാഹ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ രേഖകൾ പരിശോധിക്കപ്പെടും. നാളെ ഇപ്പോ ഇലക്ഷന്റെ റിസൾട്ട് വരും. ചെയ്ത വോട്ടുകൾ എത്ര ഉണ്ട് എന്ന് കറക്റ്റ് ആവും. ഓരോരുത്തരും എന്ത് ചെയ്തു, ആർക്ക് ചെയ്തു എന്നതിന്റെ കൃത്യമായ ഒരു രേഖ നാളെ പുറത്തു വരും. നമുക്കും അങ്ങനെ ഒരു കണക്ക് പുസ്തകം ഉണ്ടാകേണ്ടതില്ലേ? നമ്മൾ ഇത്ര കാലം ചെയ്ത പ്രവർത്തനങ്ങൾ എത്ര കൃത്യമാണ്. അള്ളാഹുവുമായിട്ടുള്ള കണക്ക് പുസ്തകങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ എത്രമാത്രം കൃത്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ അള്ളാഹു നമ്മളെ നിശ്ചയിച്ചെടുത്തതിന്റെ ശേഷം നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. ദുനിയാവിലെ ഒരു വിജയത്തിന് വേണ്ടി എത്രയോ അധ്വാനിക്കുന്ന നമ്മൾ പരലോകത്തിന് വേണ്ടി എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സഹാബത്തിനോടൊപ്പം അങ്ങാടിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, നടന്നു പോവുകയാണ്. അപ്പോഴാണ് അങ്ങാടിയുടെ ഒരു മൂലയിൽ ചെവിയൊക്കെ മുറിഞ്ഞുപോയി ഒരാടിൻകുട്ടി ചത്ത് കിടക്കുന്നത് കാണുകയാണ്. ചത്ത് കിടക്കുന്ന 1-2 ദിവസമായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, അയ്യുക്കും യുഹിബ്ബു അൻ യകൂന ഹാദാ ലഹു ബിദിർഹം. ഒരു ദിർഹം കൊടുത്ത് ആരെങ്കിലും ഈ ആട്ടിൻകുട്ടിയെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും വേണ്ട. സഹാബികളെ പറഞ്ഞു, എന്താ റസൂലെ കിട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ, ആർക്കും വേണ്ട, എന്ത് ഗുണമുണ്ടത് കിട്ടിയിട്ട്, ഒരു ഗുണമില്ലല്ലോ എന്ന് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരോട്, ഫവല്ലാഹി അല്ലാഹുവാണ്, ലിദ്ദുനിയാ ഹുവനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, ഇത് നിങ്ങൾക്ക് എത്രമാത്രം നിസ്സാരമാണോ, ഈ പറഞ്ഞത് എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അതിലുപരിയാണ് ഈ ദുനിയാവ് അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കാണ്. ഈ ദുനിയാവും അള്ളായിട്ടുള്ളത് തട്ടിച്ചു നോക്കുമ്പോൾ, പടച്ചോനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ഈ ദുനിയാവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഇടം എത്രയാണ്, പരലോകത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം എത്രയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ദുനിയാവ് കൊണ്ട് കാര്യമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്, വോട്ട് ചെയ്യൽ അത് ചെയ്യേണ്ടതാണ് അല്ലേ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, സേവന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, അതൊക്കെ പുണ്യകരമായ കാര്യമാണ്. നമ്മളൊരു ഹൈർ ഉദ്ദേശിച്ച് ഒരു നന്മ ചെയ്യാണല്ലോ, നല്ലതിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ, നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. അതിലൊക്കെ നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച് നമുക്ക് പുണ്യം കിട്ടുകയും ചെയ്യും. മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മുടെ ദുനിയാവിൽ പരലോകത്തിന് നഷ്ടമാകുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പ്രധാനമാണ്. പ്രത്യേകിച്ചും തിന്മകൾ വരാതിരിക്കാൻ നമ്മൾ പരമാവധി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നതാണ്. ഖുർആൻ പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നീ അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് പരലോകത്ത് നീ തേടുക. ഇപ്പൊ ദുനിയാവിൽ ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, മക്കളെ തന്നു, വീട് തന്നു, സൗകര്യങ്ങൾ തന്നു, നമുക്ക് അധ്വാനിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നു. ഇതിൽ നിന്ന് നമ്മൾ മറക്കാതിരിക്കേണ്ടത് എന്താണ്? പരലോകത്തെ നമ്മൾ മറക്കരുത് എന്നാണ്. പരലോകത്തേക്കുള്ള കാര്യങ്ങൾ കൂടി നീ അതിൽ ശ്രദ്ധിക്കുക എന്ന് വിചാരിച്ച് ദുനിയാവ് പാടെ ഉപേക്ഷിക്കണോ? വേണ്ട. ഇവിടെ സമ്പാദിക്കാം, ഇവിടെ അത്യാവശ്യത്തിനുള്ള സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം, ആനന്ദിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച നന്മയുടെ എല്ലാ സുഖവും സന്തോഷവും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഖുർആൻ പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയ, എന്ന് വിചാരിച്ച് പരലോകമാണോ എന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം ദിക്റും ചൊല്ലി അങ്ങനെ നമ്മളുണ്ടല്ലോ ചില സന്യാസികളെ പോലെ, അങ്ങനെയാണോ? അതും പാടില്ല. എല്ലാവരും ഇടപെട്ട് എല്ലാവരുടെ ഇടയിലാണ് മുഅ്മിൻ ജീവിക്കേണ്ടതെന്നാണ്. ആളുകളുടെ ഇടയിൽ അവൻ വേണം, ആവശ്യമുള്ളിടത്ത് അവൻ വേണം, നേതാവാകാൻ അവൻ വേണം, അനുയായിയായി വേണ്ടിടത്ത് അവൻ വേണം, സഹായിയും സേവകനും ഒക്കെ ആയിട്ട് സന്നദ്ധ പ്രവർത്തകനും ഒക്കെയായി എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കാനാണ് മുഅ്മിനോട് പഠിപ്പിക്കുന്നത്. ദുനിയാവിന്റെ നസീബ് നീ വിസ്മരിക്കുകയും അതിന്റെ വിഹിതം നീ മറന്നു കളയുകയും ചെയ്യേണ്ടതില്ല. നിനക്ക് അള്ളാഹു ചെയ്തു തന്ന പ്രകാരം നീ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ്. ഓരോരുത്തർക്കും ഏറ്റക്കുറവുണ്ടാവും. നന്മ ചെയ്യാനുള്ള ആരോഗ്യം, അവസരം, അതുപോലെ തന്നെ സമയം, പണം, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും ഓരോരുത്തർക്കും. ഓരോരുത്തർക്കും അള്ളാഹ് എത്രയാണോ എങ്ങനെയാണോ നന്നാക്കി നൽകിയത് അതനുസരിച്ച് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഭൂമിയിൽ ഒരിക്കലും നീ കുഴപ്പമുണ്ടാക്കരുത്. നിന്റെ കാരണം കൊണ്ടൊരു ഫിത്ന നാട്ടിലുണ്ടാകരുത്, കുടുംബത്തിലുണ്ടാകരുത്, നിന്റെ ജീവിതത്തിലും അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ പറയാണ്, വലാ ഫസാദ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നതിനപ്പുറത്ത് കുഴപ്പമുണ്ടാകാൻ നീ ആഗ്രഹിക്കരുത് എന്നാണ്. അതൊരു മനോഭാവമാണ്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. നമ്മൾ ചിലപ്പോൾ നേരെ പ്രത്യക്ഷത്തിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ പണിയൊക്കെ നമ്മളായിരിക്കും ചിലപ്പോ പിന്നണിയിൽ നിന്നെടുക്കുക. പല ആൾക്കാരും അങ്ങനെയായിരിക്കും, അണിയറ പ്രവർത്തകരായിരിക്കും, മുന്നിൽ കുറെ ആളുകളെ നിർത്തി ചെയ്യുന്ന പണികൾ ഉണ്ടാവും. അങ്ങനെ ഭൂമിയിൽ ഒരു നിലക്കുമുള്ള കുഴപ്പം നീ ഉണ്ടാക്കരുത്, ഉണ്ടാകാൻ നീ കാരണക്കാരനാവുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു ഒരിക്കലും ഫസാദ് ഉണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്യന്തിക വിജയം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വിജയം റിസൾട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്യന്തികമായ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക, ആരാണ് വിജയിയായി പ്രഖ്യാപിക്കപ്പെടുക? ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നാളെ പരലോകത്ത് നമ്മുടെ ഈ കണക്ക് പുസ്തകമൊക്കെ തുറന്നു വെച്ച് നമ്മൾ ചെയ്ത നന്മകളൊക്കെ രേഖപ്പെടുത്തിയ പുസ്തകം തുറന്ന് പ്രതിഫലമൊക്കെ കണക്കാക്കി, നരകത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്മകളുടെ ഭാഗം കണക്കാക്കി എല്ലാത്തിനും പരിശോധിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്.
ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവില്ല. ഇവിടെ തന്നെ നമ്മൾ ഒരാളൊരു കള്ളവോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ വെറുതെ വിടോ? ഒരധികം ഒരു ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്തിനാണ്? അത്രയും ആ രേഖ വളരെ കൃത്യമാകാൻ വേണ്ടിയിട്ടാണ്, അത്ര സൂക്ഷ്മമായി അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെതോ ഇതിനേക്കാളും വലിയ കൃത്യമായ വിവരങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന രേഖയാണത്. അവിടെ ആ കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ നന്മയുടെ മൂല്യങ്ങൾ എത്ര ഉണ്ടാവും നമ്മൾ ആലോചിക്കും. തിന്മയാണോ കനം തൂങ്ങുക? നമ്മൾ വരുത്തി വെച്ച പ്രശ്നങ്ങളാണോ കനം തൂങ്ങുക? അതല്ല അള്ളാഹുവിനുള്ള ഇബാദത്തുകളും ദിക്റുകളും ശുക്റുകളും സ്വലാത്തും അത്തരം കാര്യങ്ങളാണോ കനം തൂങ്ങുക? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് മുഅ്മിനുകളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നന്മകൾ നഷ്ടപ്പെടുത്താതിരിക്കുക, തിന്മയുടെ വഴി സ്വീകരിക്കാതിരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. എന്നാ ദുനിയാവിൽ ഇടപെടാതിരിക്കണം. ഇടപെടുമ്പോ നമുക്ക് നിശ്ചയിച്ച അതിർത്തികളുണ്ട്. ദുനിയാവിൽ നമ്മൾ ഇടപെടുമ്പോൾ ചില നിയമങ്ങളുണ്ട്. ദുനിയാവിൽ നമ്മൾ ഇടപെടുമ്പോൾ ചില പരിമിതികളുണ്ട്. ആൺ പെൺ ബന്ധങ്ങളിൽ പരിമിതികളുണ്ട്, അതിർത്തികളുണ്ട്. സംസാരത്തിന്റെ രീതികളിൽ പരിധികളുണ്ട്, അതിർത്തികളുണ്ട്. പണം സമ്പാദിക്കുന്നതിന്, വിനിയോഗിക്കുന്നതിന്, ചെലവഴിക്കുന്നതിനൊക്കെ അതിന് അതിർത്തികളുണ്ട്. ഓരോ നിലക്കും ഓരോന്നിനും അതിർത്തികളുണ്ട്, അതിന് നിയമങ്ങളുണ്ട്. എല്ലാം ഹലാലുമുണ്ട്, ഹറാമുമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നത് പ്രത്യേകം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. എതിരാളികൾ പരാജയപ്പെടും, അല്ലെ? നമ്മൾ ജയിക്കും, ചിലർ പരാജയപ്പെടും. പരാജയപ്പെടുത്താൻ കുതന്ത്രങ്ങൾ മെനയുന്നവരില്ലേ? തെറ്റായ വഴികൾ സ്വീകരിക്കുന്നവരില്ലേ? വളരെ മോശം തരംതാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരില്ലേ? മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പരലോകത്ത് അക്കൗണ്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നമുക്കതിൽ റോൾ ഉണ്ടാകാൻ പാടില്ല. നാട്ടിൽ അങ്ങനെ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. ഒരു നല്ല മനുഷ്യനെ മോശമായി ചിത്രീകരിക്കാനുള്ള പ്രചരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാലത്ത് നമ്മൾ ജീവിക്കണേ. ആർക്കും അവനവന്റെ വീട്ടിലിരുന്ന് അവനവന്റെ മൊബൈലിൽ ചെയ്യാവുന്ന പണിയാണ് അതൊക്കെ. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഫിത്നകൾ എന്ന് പറയുന്നത് അത് ഒരു കൊലപാതകത്തേക്കാൾ ഏറ്റവും ഗൗരവമായാണ് അള്ളാഹ് കാണുന്നത്. അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. ഒരാളെ കൊല ചെയ്യുന്നതിനേക്കാളും പ്രശ്നമാണ്, ഗൗരവമാണ് നാട്ടിൽ ഫസാദ് ഉണ്ടാകുക, ആളുകൾ തമ്മിൽ തെറ്റുക, കലഹങ്ങൾ ഉണ്ടാക്കുക, പരസ്പരം തമ്മിൽ തെറ്റാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഇലക്ഷന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇനി റിസൾട്ടൊക്കെ വരുമ്പോൾ നമ്മളത് ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. തിന്മ എന്ന് പറയുന്നത് എപ്പോഴും തിന്മയായിരിക്കും. പള്ളിക്കൽ വരുമ്പോൾ മാത്രമേ എല്ലാവരും ഒരു പ്രവർത്തനം പുറത്തിറങ്ങിയ തോന്നിയമായി അറിയില്ലല്ലോ. നമുക്ക് ദീനിന്റെ മാർഗമായി നമ്മൾ എപ്പം ചെയ്യുന്നതും നന്മയായിരിക്കണം. പള്ളിക്കൽ വന്നിട്ട് ഒരാൾ തിന്മ ചെയ്താലും പുറത്തു പോയൊരു തിന്മ ചെയ്താലും രണ്ടും തിന്മ തന്നെയാണ്. തിന്മക്ക് വേറെ നിർവചനമില്ല. തെറ്റെന്നും തെറ്റ് തന്നെയാണ് എന്ന നിലയ്ക്ക് നമ്മൾ കാണുക. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. കുറ്റങ്ങൾ, കുറവുകൾ, ഏഷണി, പരദൂഷണം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ല സ്കോപ്പുള്ളൊരു ടൈമായിരിക്കും അത്. പക്ഷെ നമ്മുടെ നാശം വരുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ അയാൾ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഒരാളെ മോശമാക്കുന്നത്, ഒരാൾ ചെയ്യാത്ത കാര്യത്തിന് അയാളെ കുറ്റം പറയുന്നത്, ഒരാളുടെ ജീവിതത്തിൽ അയാളെ മാനക്കേടിലാക്കുന്നത്, അതിനെപ്പറ്റി വന്ന ഒരു ഹദീസ് കേട്ടാൽ നമുക്ക് ആ പണിക്കന്നെ പോകാൻ തോന്നുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് അതിന്റെ ഗൗരവം? അയ്യൻകിഹ റജുലു ഉമ്മഹു, അയാളുടെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ ഗൗരവം? ഒരാളെ മാനം കെടുത്തുക എന്നത്, ഒരാളെ അപമാനിക്കുക എന്നത്, അത് നേരിട്ടായാലും വാട്സപ്പിലായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ ജീവിതത്തിലായാലും ആ പ്രവർത്തനം എന്ന് പറയുന്നത് അയാൾ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗൗരവമുള്ള വിഷയമാണത്. ഭരണം മാറി വരും, കാലാവസ്ഥകൾ മാറും, രാഷ്ട്രീയം മാറും. ഇന്ന് നിന്ന് രാഷ്ട്രീയ പാർട്ടിയിലായിക്കൊള്ളുന്നില്ല, നാളെ വേറൊരു ആളുകൾ നിൽക്കുക, അതൊക്കെ മാറി വരും. സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള കക്ഷികളുടെ കൂറുമാറ്റങ്ങളും അതുപോലെ തന്നെ പലതും മാറ്റം വരും. നമ്മൾക്ക് എന്നും കാണേണ്ടി വരും. പരസ്പരം കുടുംബങ്ങളായിരിക്കും, ബന്ധുക്കളായിരിക്കും, ഒരു നാടിന്റെ കെട്ടുറപ്പിന് ഒന്നിച്ചു നിൽക്കേണ്ടവരായിരിക്കും.
അപ്പോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകുക എന്നത് പ്രധാനമാണ്. ഭരണം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമായി അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അത് വാർഡിലാവട്ടെ, ബ്ലോക്കിലാവട്ടെ, ജില്ലാ പഞ്ചായത്തിലാവട്ടെ, നിയമസഭയിലാവട്ടെ, ലോകസഭയിലാവട്ടെ, രാജ്യസഭയിലാവട്ടെ, അല്ല, ഇനി ഓരോ തലത്തിൽ നമ്മൾ നിശ്ചയിക്കപ്പെടുന്ന അമാനത്തുകൾ ഉണ്ടാവും. പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ അധികാരത്തിൽ നമ്മൾ ആക്കിയ ആളുകൾ എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണത്. അതൊരു രസത്തിന് ചേരുന്ന പരിപാടിയല്ല. അതിൽ വലിയ അമാനത്തിന്റെ ഒരു ഗൗരവം അതിലുണ്ട്. ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ അവരുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കണം. അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം. നേതാവ് എന്ന് പറഞ്ഞ് അത് അഹങ്കരിക്കാനുള്ള വഴിയല്ല, അഹങ്കരിക്കാനുള്ള കാര്യമില്ല. അത് അള്ളാന്റെ ഒരു തൗഫീഖാണ്. നമ്മളെ നേതാക്കളാക്കി, നമ്മളെ പ്രസിഡന്റാക്കി, നമ്മുടെ വാർഡിലെ മെമ്പറാക്കി, ഉത്തരവാദപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് ആളുകളുടെ അംഗീകാരവും പടച്ചോന്റെ ഒരു തൗഫീഖുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നല്ല വിനയം ഉണ്ടാകുക എന്നുള്ളതാണ്. നീതി നടപ്പിലാക്കാൻ പറ്റുന്നവരാകുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു തആല നീതി നടപ്പിലാക്കുന്നത്, നന്മ ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നീതി നടപ്പിലാക്കുന്ന ഒരു ഭരണകർത്താവ്, നീതി നടപ്പിലാക്കുന്ന അമാനത്തേൽപ്പിക്കപ്പെട്ട ഒരാൾ, അയാൾക്ക് അത് ഇഖ്ലാസോട് കൂടി ആത്മാർത്ഥമായി പടച്ചോന്റെ തൗഫീഖ് അനുസരിച്ച് അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്താ കിട്ടുക? പരലോകത്ത് നാളെ വിചാരണ നടക്കുമ്പോ എല്ലാവരും ഒരു തണൽ ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാവും അത്ര. ആ സമയത്ത് പടച്ച റബ്ബിന്റെ തണല് കിട്ടാൻ ഭാഗ്യം കിട്ടുന്ന മനുഷ്യനാണ് അയാൾ എന്നാണ്. അപ്പൊ അത് വലിയൊരു പുണ്യം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാ ഉത്തമ നേതാവ്, ആരാ മോശം നേതാവ്? റസൂൽ പറയാണ്, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നേതാക്കന്മാർ അനുയായികളെ ഇഷ്ടപ്പെടുന്നു, അനുയായികളോ അവരെ ഇഷ്ടപ്പെടുന്നു. നല്ലൊരു നേതാവിന്റെ ലക്ഷണം പറയാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനുയായികൾ നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേതാവോ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും അങ്ങനെയാണോ? കൂടെ നടക്കാനൊക്കെ ആളുണ്ടാവും, പക്ഷേ പാര വെക്കുന്നവർ, തിരിച്ച് ലഅനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവർ ഒക്കെ അനുയായികൾ കൂട്ടത്തിലുണ്ടാവും. ഇത് തിരിച്ചാണ്. നല്ല നേതാവും നല്ല അനുയായികളും അങ്ങനെയാണ്. ശ്രേഷ്ഠരായ ഭരണാധികാരികൾ അങ്ങനെയാണ്. റസൂൽ പറഞ്ഞു, ശിറാറു അയിമ്മത്തിക്കുമുല്ലദീന തുബ്ഗിലൂനഹും വയുബ്ഗിലൂനകും. മോശം നേതാക്കന്മാർ ആരാണ്? നിങ്ങൾ വെറുക്കുന്നവരാണ് അവർ നിങ്ങളെയും വെറുക്കുകയാണ്. ഇങ്ങോട്ട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചില നീക്കുപോക്കുകൾ, അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആയിരിക്കും അവർ നടത്തുക. അവർ നിങ്ങളെ ശപിക്കുന്നു, നിങ്ങൾ തിരിച്ചവരെയും ശപിക്കുന്നു. ഇങ്ങനെ നികൃഷ്ടരായ ഭരണാധികാരികൾ ഉണ്ടാകുന്നു എന്ന് പറയാണ്. അധികാരം നമ്മളിപ്പോ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ടാവും. കൂടെ നടന്നവർ, പ്രവർത്തകർ, വാർഡിൽ ജയിക്കുന്നവർ, മറ്റ് കേന്ദ്രങ്ങളിൽ എത്തുന്നവർ, വലിയ വാഗ്ദാനങ്ങൾ. വാഗ്ദാനം ഇസ്ലാമിൽ കരാർ, വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ്. ഒരാളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, ഒരു ഭരണമേൽപ്പിച്ചു, അധികാരമേൽപ്പിച്ചു. അയാൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ നിലക്ക് വലിയ ഗൗരവത്തിലുള്ള വിഷയമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ജനോപകാര പ്രവർത്തനങ്ങളൊക്കെ ഇസ്ലാമികമായി പുണ്യമുള്ള കാര്യങ്ങളാണ്. അത് ആളെ കാണിക്കാൻ ആകേണ്ടതില്ല, ആഡംബരത്തിലുള്ള അവസരമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരും ഈ വാർഡിലും ബ്ലോക്കിലും ഇതിലൊന്നും മത്സരിക്കുന്ന ആൾക്കാർ മാത്രമൊന്നുമല്ല ഇത്തരം നന്മകൾ ചെയ്യുന്നത്. ഇത്തരമൊന്നും ആളുകൾ അറിയാതെ വളരെ സ്വകാര്യമായ വ്യക്തികൾ, എത്രയോ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നന്മകളിലും നമ്മൾ ഉണ്ടാവുക എന്നതാണ്. ഫിത്നകളിലും ഫസാദുകളിലും തിന്മകളിലും നമ്മൾ ഇല്ലാതിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.